Hi dears, welcome back to our family. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണി 10 മണി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് എൻ്റെ ഫുഡിങ്ങൊക്കെ ഇനിയല്ല, ഞാൻ രാവിലെ കഴിച്ചിട്ടു. രാവിലെ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ടാബ്ലറ്റും പിന്നെ കുറച്ച് ചൂടുവെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഓർത്തില്ല വീഡിയോ എടുക്കുന്ന കാര്യം. ഇപ്പം കാശിക്കുട്ടൻ കരച്ചില്ല. അച്ചാച്ചൻ വന്നായിരുന്നു. അച്ചാച്ചൻ വന്നിട്ട് അച്ചാച്ചൻ പോയതിനാണ്, കൊണ്ടുപോകാതെ പോയതിനാണ് ഈ കരയുന്നത്. അപ്പം ഞാൻ ഇത്ര ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിക്കുള്ള ഫുഡ് കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. അവന് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എന്തായാലും എടുക്കും. ഇന്ന് രാവിലെ ഇവിടെ എന്തായിരുന്നു, ഉപ്മാവായിരുന്നു. ഉപ്മാവ് അവൻ കഴിക്കത്തില്ല. അതുകൊണ്ടിട്ട് കഞ്ഞി കൊടുത്ത്, കഞ്ഞിയും പയറും കൂടെ കൊടുത്ത്. അപ്പോൾ അത് കുടിച്ചിട്ട് അവനെ കുടിപ്പിച്ചിട്ട് ഞാൻ കഴിക്കാൻ വന്നതാണ്. എനിക്കിതാണ് രാവിലെ വേണ്ടി നട്ട്സാണ് കേട്ടോ. ഞാൻ കുറച്ച് ആൽമണ്ട്സ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് വെള്ളത്തിലിട്ട ആൽമണ്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേണ്ടേ പിസ്ത ഉണ്ട്, എന്താ നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി. ഇത്രയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ ഇതാണ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുമ്പൊക്കെ ആൽമണ്ട്സിനെ വെള്ളത്തിയിട്ട് കൂത്തിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. കാശിപ്പാണ്. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. കാര്യം ആൽമണ്ടിൻ്റെ ഈ സ്കിന്നിൻ്റെ അകത്താണ് വൈറ്റമിൻ ഇ ഉള്ളത്. നമ്മളിത് കളയുമ്പോൾ അതിനകത്തുള്ള ഗുണങ്ങൾ മെയിനായിട്ട് പോവുകയാണ്. സോ ഞാൻ അതോടെയാണ് ഇപ്പോൾ കഴിക്കാറുള്ളത്. ബാക്കി എന്തൊക്കെ കഴിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത് കഴിച്ചിട്ടായിരുന്നു. രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 അപ്പം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, വറുത്ത ചമ്മന്തി. കാർട്ടൂൺ വെച്ചിരിക്കുന്നുണ്ട്, കോപ്പി റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? പിന്നെ വെള്ളം, എൻ്റെ ബോട്ടിൽ. അപ്പം ഇപ്പോൾ ഇതേ 11:30 ആയിട്ടുണ്ട്. ഇതേണ്ട് ഞാൻ പാൽ കുടിക്കുന്നതാണ്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാണ്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇടവിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. ഫുഡ് എന്തെങ്കിലും കുടിക്കാനുള്ളത് കഴിക്കാനുള്ളത് അങ്ങനെ. ഇതിനിടയ്ക്ക് ഇതിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഹാഫ് ആൻ അവർ വിട്ടിട്ട് കഴിക്കുന്നത്. മുന്നേ ആയിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കഴിക്കുന്നത്. അന്നേരം ഞാൻ 3 നേരം ഉടുപ്പിട്ടിട്ടില്ല പൊടി. അന്നേരം ഞാൻ 3 നേരം ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. അത് അങ്ങനെ ക്വാണ്ടിറ്റിയും കുറച്ചാണ് കഴിക്കുന്നത്. അത്രേ ഉള്ളായിരുന്നു. കാശിയുടെ സമയത്ത് എനിക്ക് പാലിൻ്റെ ചെവ തീരെ പിടിക്കില്ലായിരുന്നു. അപ്പം ഞാൻ മദേഴ്സ് ഹോർലിക്സ് മേടിച്ചിട്ട് അത് പാലിൽ കലക്കിയിട്ടായിരുന്നു കേട്ടോ കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ബേബിക്ക് ചെറിയ രീതിയിൽ വളർച്ചക്കുറവുള്ളതുകൊണ്ടിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ വന്നിട്ടുണ്ടായിരുന്നു. വാനില ഫ്ലേവർ ആയിരുന്നു. എൻ്റെ പേര് ഞാൻ മറന്നു. ആദ്യത്തെ അല്ല, ഞാൻ 2ാമത് കാണിച്ച ഡോക്ടറാണ് അത് തന്നത്. അപ്പോൾ അത് തീരാനായ ടൈമിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ എടുത്ത് പറഞ്ഞു, നിനക്ക് പാലിൽ കലക്കുന്ന പൊടി കഴിഞ്ഞു. പാലിൽ കലക്കുന്നുണ്ട്, വെള്ളത്തിൽ കലക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ കലക്കുന്ന ഇപ്പോഴും കുടിക്കുന്നുണ്ട്. അപ്പം അത് കഴിയാനായി എന്ന് പറഞ്ഞു. അന്നേരം അവർ തന്നെ പാല് കലക്കുന്നതൊന്നും കുടിക്കണ്ട, പാല് മാത്രം ഡെയിലി 2 ടൈംസ് കുടിച്ചോളാൻ പറഞ്ഞു. അല്ലാണ്ടിട്ട് വേറെ ഒന്നും കലക്കി കുടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മാമിന് ഭയങ്കര കംഫർട്ടാണ്. ആരാണ്ട് പറഞ്ഞു ബീനമ്മ ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറിയ ടെൻഷൻസ് ആണെങ്കിലും ചെന്ന് പറയുമ്പം ഭയങ്കര സമാധാനമായിട്ടാണ് മാം പറഞ്ഞു തരാറുള്ളത്. സോ ഭയങ്കര കംഫർട്ടാണ്. അപ്പം എൻ്റെ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്താണ് കഴിക്കുന്നതെന്ന് അന്നേരം എന്താണോ അതനുസരിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ 12 മണിയായി കേട്ടോ. 12 മണിയായി. അപ്പം ഞാൻ ഒരു ഓറഞ്ച് കഴിക്കാനെടുത്തു. ഓറഞ്ച് അങ്ങനെ ഞാൻ സമയമൊന്നും നോക്കാറില്ല കേട്ടോ. എനിക്ക് എപ്പോൾ കഴിക്കാൻ തോന്നുന്നു അന്നേരം ഞാൻ കഴിക്കാറുണ്ട്. ഇപ്പം ഓറഞ്ചിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇപ്പം ആര് വന്നാലും കൊണ്ടുതരുന്നത് ഓറഞ്ചാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ച് കഴിക്കും. ഇവിടെ കാശിക്കുട്ടനും ജാനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച്. ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ച് അല്ലെങ്കിലും നല്ലതാണ് കേട്ടോ. വൈറ്റമിൻ ഇയുടെ കലവറയാണ്
എനിക്ക് കൂടുതൽ ഇപ്പം എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മൈന രണ്ടെണ്ണം ഉണ്ട് കുഴപ്പമില്ല. എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് ഉണ്ടല്ലോ, അതാണ്. അത് കുരു ഇല്ലാത്തതുണ്ടല്ലോ, മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അമ്മ ഓറഞ്ച് തരാടാ. കുളിപ്പിക്കാമേ ഇപ്പോൾ കാശിയെ കുളിപ്പിക്കാൻ സമയം ഉച്ചയാകുമ്പോഴത്തേനാണ് കേട്ടോ ഞാൻ കുളിപ്പിക്കുന്നത്. കാര്യം രാവിലത്തെ ചൂടൊക്കെ ഒന്ന് തണുപ്പൊക്കെ ഒന്ന് മാറി. ഇപ്പം തണുപ്പാണല്ലോ, ചെറിയ ചൂടൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനാണ് കുളിപ്പിക്കുന്നത്. നമ്മളെ ഈ സമയമാകുമ്പോഴത്തേനാണ് കുളിപ്പിക്കാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സമയത്ത് കഴിക്കാൻ തോന്നുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കുരുവില്ലാതെ മുന്തിരി കണ്ടില്ല, അതാണ്. പിന്നെ ആപ്പിൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ആപ്പിൾ കഴിക്കുന്ന നല്ലതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാണോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്റ്റാൻഡ് കാശി ബേബി ചീത്തയാക്കി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്റ്റാൻഡ് വെക്കാനായിട്ടൊരു സൗകര്യം ജനലിൻ്റെ സൈഡിൽ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കഴിക്കാറാകുമ്പോഴത്തേന് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഞാൻ ഇവിടെ കറങ്ങി നടക്കും, വേറെ വഴിയൊന്നുമില്ല. പിന്നെ എനിക്ക് പ്രൊമോഷനൊരു ജുവൽ ബോക്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനാണ് ഞാൻ മുടിയൊക്കെ സെറ്റായിട്ട് കെട്ടിയിരിക്കുന്നത്. സെറ്റായിട്ട് കെട്ടി വെച്ചിട്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ഞാൻ ഇന്ന് വേറൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അത് എൻ്റെ റൂമാണ് കേട്ടോ, അതാ കാണുന്നുണ്ടോ, കാണാമോ? അത് പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റിലുള്ള റൂം എൻ്റെത്. അപ്പോൾ ശരി, ഞാൻ കഴിഞ്ഞ് കാശിനെ കുളിപ്പിച്ച് വീഡിയോ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോഴത്തേനും എൻ്റെ ലഞ്ചിന് ടൈമാവും. അപ്പം എൻ്റെ ലഞ്ചിന് ടൈമായി. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കൻ വാങ്ങി. ചിക്കനും ചീനിയും മാങ്ങാച്ചാറും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് സൺഡേ ഇത് കണക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചിക്കനോ ബീഫോ ഒക്കെ വാങ്ങാറുണ്ട്. ഇവിടെ ഇടയ്ക്ക് ബീഫ് വാങ്ങും കേട്ടോ, പക്ഷെ ഞാൻ കഴിക്കില്ല, എനിക്കിഷ്ടമല്ല ബീഫ്. എനിക്കതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല. ചീനി ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഒരു വട്ടം ചിക്കൻ വാങ്ങിയപ്പോൾ ഞങ്ങൾ കുഴച്ച് കഴിച്ചു നോക്കി, അങ്ങനെ ഇഷ്ടപ്പെട്ട്. അതിന് ശേഷമാണ് ചിക്കനും ചീനിയും ചക്കയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ തുടങ്ങിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചീനി എടുത്തിട്ട് ചീനിയുടെ മുകളിൽ ചിക്കനോ മീനോ എന്താണെന്ന് ചോദിച്ചിട്ട് കഴിക്കും, അങ്ങനെയായിരുന്നു. കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വേണമെങ്കിൽ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പം ഫുഡ് കഴിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഈവനിങ് ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ അല്ല, ഞാനൊരു ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡ് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഫ്ലേവേർഡ് യോഗട്ടും തണ്ണിമത്തനും, വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. ഓറഞ്ചായിരുന്നു. ഓറഞ്ച് ഇതിനകത്തെടുത്തിട്ട് അത്ര ടേസ്റ്റ് കാണത്തില്ല കണ്ടോ. അപ്പം ഇത് അങ്ങനെ ഞാൻ ഇതൊന്നും കഴിക്കുന്നില്ല. ചില ദിവസങ്ങളിൽ തോന്നിയത് മാത്രം എന്തെങ്കിലും. അത് ചിലപ്പോൾ ഇതിനൊക്കെ യോഗട്ടൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പം എന്തെങ്കിലും പഴംപൊരി ഇഷ്ടമാണ്, പഴംപൊരി ആയിരിക്കും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും. ഞാൻ ഇവിടെ കഴിച്ചോ, അവള് കഴിച്ചിട്ട് കൊണ്ട് തന്നെ തണ്ണിമത്തൻ വേണ്ടാന്ന്. അത് ഇന്നതൊന്നും ഇല്ല കേട്ടോ. അന്നേരം എന്താണ് തോന്നുന്നത് അത് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ ഞാൻ നടക്കാനൊക്കെ പോയി. ഞാൻ ഈവനിങ് നടക്കാൻ പോയിട്ട് നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല തണുത്ത കാണുമ്പം നമ്മുടെ സ്ക്വാഷൊക്കെ കലക്കിയത് പോലെ ഉണ്ടാവും, പക്ഷെ അതല്ല ഐറ്റം. ഇതെൻ്റെ മെഡിസിനാണ്. കണ്ടാ,
ഇതൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ കലക്കി കുടിക്കാൻ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അന്നോട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഇത് സംഭവം നമ്മുടെ മധുരം ഒന്നും ചേർക്കൂല, പക്ഷേ നല്ല മധുരമാണ്. മരുന്നിൻ്റെ ഒരു ചെറിയ കുത്തലുണ്ട് എങ്കിലും നമുക്ക് ഈ ടാങ്കും സ്ക്വാഷും റസ്നയൊക്കെ കലക്കി കുടിക്കുമല്ലോ, ഓറഞ്ചിൻ്റെ ഫ്ലേവർ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കുടിക്കും. പക്ഷേ കുടിച്ചു കഴിയുമ്പോൾ ഒരു വൃത്തിയുടെ ചെവയാണ്. രാത്രി ആയപ്പോഴത്തേന് വീട്ടിൽ നല്ല നെയ്ച്ചോറ്, ചേട്ടത്തി നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ വാങ്ങിയല്ലേ, അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും റൈസും ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ആക്കിയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലേക്ക് അതായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അമ്മമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹോളിൽ പോയിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മാമ്മയ്ക്കും ഡിസ്റ്റർബൻസ് ആവും, പിന്നെ ടി വിയിലെ കോപ്പി റൈറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ എടുക്കാണ്ടിരുന്നത്. അപ്പം രാത്രിയിൽ അങ്ങനെ നെയ്ച്ചോറോ കാര്യങ്ങളൊന്നും പതിവില്ല കേട്ടോ. കാര്യം റൈസ് ഐറ്റംസ് ഞാൻ രാത്രിയിൽ അങ്ങനെ കഴിക്കാറില്ല. ഇന്ന് പിന്നെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിട്ട് അങ്ങനെ കഴിച്ചു എന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ഇൻട്രസ്റ്റ് മീൻസ് എനിക്ക് ഇഷ്ടമാണ്. ബിരിയാണിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ചോറും ഫ്രൈഡ് റൈസും ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് ഞങ്ങളുടെ ഇവിടെ കൊല്ലത്ത് വോക്കം ഗ്രില്ലെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നേ. ഇപ്പോൾ അത് റെനോവേഷൻ നടക്കുന്നുണ്ട്, 2 മാസത്തേക്ക് അടച്ചിട്ടേക്കാണ്. ഞാൻ കാര്യം കഴിഞ്ഞ ശേഷം എനിക്ക് അതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ആ ഒരു ഫ്രൈഡ് റൈസിന്. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങളിരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ മറന്നു. ഇത് കാച്ചിയ പാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ 2 വട്ടം പാല് കുടിക്കാറുണ്ട്. ഇപ്പോഴാണ് കേട്ടോ, കുഞ്ഞിൻ്റെ അതുകൊണ്ടിട്ട് മാത്രമാണ്. അപ്പോൾ എന്താ പറയുക, മുന്നേ ഇത് എനിക്ക് പൊടി ഇട്ടിട്ടായിരുന്നു കുടിക്കുന്നത്. ഇപ്പം ഞാൻ പൊടി ഇടാറില്ല. പിന്നെ ഞാൻ മുടിയൊക്കെ ചീകി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റായി. ഇനി ദേ പാല് കുടിച്ച് പാല് കുടിച്ച് നിർത്തല്ല, ഗുളിക കഴിക്കണം. പാല് കുടിച്ചിട്ടൊരു 1/2 hour കഴിഞ്ഞിട്ട് ഞാൻ ഗുളിക കഴിക്കാറുള്ളൂ. അല്ല, ഞാൻ ഗുളിക കഴിച്ചു, മറന്നുപോയി എൻ്റെ വീഡിയോ എടുക്കാൻ. ഫുഡ് കഴിച്ചതിന് ശേഷം ഗുളിക കഴിച്ചു കേട്ടോ, എന്നിട്ടാണ് പാല് കുടിക്കാൻ വന്നത്. അപ്പോൾ പാല് കുടിച്ചിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും ചേട്ടൻ ചിലപ്പോൾ വരുമ്പോൾ ദോശ കൊണ്ടുവരുവാണെങ്കിൽ ദോശ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. പിന്നെ അനിയത്തി കുഞ്ഞമ്മയുടെ മോളെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് വേഫിൾസ് വേണമെന്ന് ചോദിച്ചു. അവളത് കൊണ്ടുവരികയാണെങ്കിൽ അത് കഴിക്കും. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡെയിലി ഇതൊക്കെ തന്നെയാണ് മാറി കഴിക്കാറുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊന്നും ഇതിനകത്തില്ല. എന്നാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണക്കുള്ള വീഡിയോസൊക്കെ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇടുന്ന എന്നെക്കാളും കൂടുതൽ ടാസ്ക് കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക്. വെറുപ്പീരാണെന്നുണ്ടെങ്കിൽ വെറുപ്പീരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടണമല്ലോ. അതാ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.